നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ മഞ്ഞുപാളികൾക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ധാതു സമ്പത്താണ്. ഏകദേശം 38.5 ദശലക്ഷം ടൺ അപൂർവ ഭൗമ മൂലകങ്ങളുടെ ശേഖരം ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനു പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ 10ാമത്തെ എണ്ണ നിക്ഷേപവും 50 ബില്യൺ ബാരലിലധികം പ്രകൃതിവാതകവും ഈ മഞ്ഞിനടിയിൽ ഉണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഭീമമായ വിഭവ സമൃദ്ധിയാണ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റിയിരിക്കുന്നത്. വെറും ഒരു ഭൂപ്രദേശം എന്നതിലുപരി ആധുനിക സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും ഭാവി നിർണയിക്കുന്ന വിഭവങ്ങളുടെ കലവറയായിട്ടാണ് അമേരിക്ക ഈ ദ്വീപിനെ നോക്കിക്കാണുന്നത്. സ്മാർട്ട് ഫോണുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് അനിവാര്യവുമാണ്. ആഗോള താപനം മൂലം മഞ്ഞുരുകുന്നതോടെ ഈ നിക്ഷേപങ്ങൾ ഖനനം ചെയ്തെടുക്കാമെന്ന പ്രതീക്ഷയാണ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ പ്രിയപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റുന്നത്. എന്താണ് അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിനോട് ഇത്ര പ്രിയം എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തണേ. ലോക രാഷ്ട്രീയത്തിന്റെ അരികുകളിൽ മാത്രം നിന്നിരുന്ന ഗ്രീൻലാൻഡ് ഇന്ന് ആഗോള ഭൗമരാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഈ ഭീമൻ ദ്വീപിനെ സ്വന്തമാക്കാൻ അമേരിക്ക കാണിക്കുന്ന താല്പര്യം കേവലം ഒരു റിയൽ എസ്റ്റേറ്റ് മോഹമായിട്ട് കാണരുത്, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തന്ത്രപ്രധാന നീക്കം തന്നെയാണിത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഗ്രീൻലൻഡ് ഒരു സ്വർണ്ണ ഖനിയാണ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണം. സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അപൂർവ ധാതുക്കളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരം ഗ്രീൻലാൻഡിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. നിലവിൽ ഈ മേഖലയിലുള്ള ചൈനയുടെ ആധിപത്യം തകർക്കാൻ ഗ്രീൻലാൻഡിലെ വിഭവങ്ങൾ അമേരിക്കയെ സഹായിക്കും. കൂടാതെ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഗേറ്റ് വേ എന്ന നിലയിലുള്ള ഇതിന്റെ സ്ഥാനം സൈനികമായി ഏറെ പ്രാധാന്യവും അർഹിക്കുന്നുണ്ട്. ആർട്ടിക് മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന ഇടപെടലുകളെ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം അത്യാവശ്യവുമാണ്. ആഗോളതാപനം മൂലം ആർട്ടിക്കിലെ മഞ്ഞുപാളികൾ ഉരുകുന്നത് ലോകത്തിന് ഭീഷണിയാണ് എങ്കിലും അത് പുതിയ വ്യാപാര സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. മഞ്ഞുരുകുന്നതോടെ ആർട്ടിക് സമുദ്രത്തിലൂടെ രൂപപ്പെടുന്ന പുതിയ കപ്പൽ പാതകൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള യാത്രാ ദൂരം പകുതിയോളം കുറയ്ക്കും. ഇത്തരം പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കുക എന്നതും വൻതോതിലുള്ള എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ സ്വന്തമാക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഗ്രീൻലാൻഡ് എന്നത് കേവലം മഞ്ഞു പുതച്ച ഒരു ഭൂപ്രദേശം മാത്രമല്ല, മറിച്ച് നാളത്തെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള തന്ത്രപരമായ താക്കോലാണത്. 1946 ഹാരി ട്രൂമാൻ നടത്തിയ ശ്രമം പോലെ ഇന്നും അമേരിക്ക ഈ ലക്ഷ്യത്തിനായി കരുക്കൾ നീക്കുന്നത് അതുകൊണ്ട് തന്നെ. ട്രംപിന്റെ വാദപ്രകാരം ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തെ ആയാൽ ദേശീയ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കാനാകും. ഡെൻമാർക്ക് ഈ ദ്വീപിനെ ഫലപ്രദമായി സംരക്ഷിക്കാൻ കഴിയില്ലെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം രാഷ്ട്രീയ വാദങ്ങൾക്കപ്പുറം ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ ഗ്രീൻലൻഡിന്റെ യഥാർത്ഥ വെല്ലുവിളികൾ മറ്റൊരു തലത്തിലാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ദ്വീപിനെ നിയന്ത്രിക്കുന്നത് മാത്രം മതിയാകില്ല, അവിടെയുള്ള വിഭവങ്ങളെ സുരക്ഷിതമായും ദീർഘകാലാടിസ്ഥാനത്തിലും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ തടസ്സമായിട്ട് ഇവിടെ മാറുന്നത്. ഗ്രീൻലൻഡ് ഐസ് ഷീറ്റിന്റെ ഘടനയെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാധാരണയായി ഹിമപാളികൾ കട്ടിയുള്ള പാറക്കെട്ടുകൾക്ക് മുകളിലാണ് നിലകൊള്ളാറുള്ളത് എങ്കിൽ ഗ്രീൻലൻഡിലെ പലയിടത്തും ഐസിനും പാറയ്ക്കുമിടയിലായി മൃദുവായ മണ്ണും മണലും ചേർന്ന അവശിഷ്ട പാളികൾ അല്ലെങ്കിൽ സെഡിമെന്റ് ലെയേഴ്സ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തൽ ഹിമാനികളുടെ ഉരുകലിനെ സംബന്ധിച്ച് മുൻപത്തെ ധാരണകളെ പാടെ മാറ്റുന്ന ഒരു നീക്കം തന്നെയാണ്. ഈ അവശിഷ്ട പാളി ഒരു ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ ഘർഷണം കുറയ്ക്കുന്ന ഘടകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഉപരിതലത്തിലെ മഞ്ഞുരുകി താഴേക്ക് ഇറങ്ങുമ്പോൾ അത് ഈ മണ്ണുമായും മണലുമായും കലരുന്നുണ്ട്. കട്ടിയുള്ള പാറയ്ക്ക് മുകളിൽ മഞ്ഞ് ഉറച്ചു നിൽക്കുന്നത് പോലെ ഈ ചലിക്കുന്ന മൺപാളിക്ക് മുകളിൽ ഹിമപാളികൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇതിന്റെ ഫലമായിട്ട് ഹിമാനികൾ കടലിലേക്ക് വഴുതി വീഴുന്നതിന്റെ വേഗത ഗണ്യമായി വർദ്ധിക്കും. ഘർഷണം കുറയുന്നതോടെ ഐസ് ഷീറ്റിന്റെ അടിത്തട്ട് കൂടുതൽ അസ്ഥിരമാകുകയും ഭീമൻ മഞ്ഞുപാളികൾ വരെ വേഗത്തിൽ സമുദ്രത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആഗോള സമുദ്രനിരപ്പ് ഉയരുന്നതിന് നേരിട്ട് കാരണമാകുന്ന കാര്യമാണ്. എന്തായാലും ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റിന്റെ ഘടനയെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ
ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സാധാരണയായി ഹിമപാളികൾ കട്ടിയുള്ള പാറക്കെട്ടുകൾക്ക് മുകളിലാണ് നിലകൊള്ളാറുള്ളത് എങ്കിൽ ഗ്രീൻലൻഡിന്റെ പലയിടത്തും ഐസിനും പാറയ്ക്കും ഇടയിലായിട്ടുള്ള മൃദുവായിട്ടുള്ള മണ്ണും മണലും ചേർന്ന് അവശിഷ്ട പാളികൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കാര്യം പറഞ്ഞല്ലോ. ഈ കണ്ടെത്തൽ വലിയൊരു മാറ്റം തന്നെ ലോകത്തിന് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതായത് ഇത്ര നാളും ശാസ്ത്രം കരുതിയിൽ നിന്ന് മറ്റൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇത്രയും ധാതു സമ്പത്തുള്ള ഗ്രീൻലൻഡ് എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. എങ്ങനെങ്കിലും അവിടെ സ്വന്തമാക്കുക എന്ന രീതിയിലേക്ക് അമേരിക്ക എത്തുന്നതിനുള്ള കാരണവും ഇവിടെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ്. മഞ്ഞുരുകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ മഞ്ഞുരുകി താഴേക്ക് ഇറങ്ങുമ്പോൾ അത് മണ്ണുമായും മണലുമായും കലരുന്നു. കട്ടിയുള്ള പാറയ്ക്ക് മുകളിൽ മഞ്ഞ് ഉറച്ചു നിൽക്കുന്നത് പോലെ ഈ ചലിക്കുന്ന മൺപാളിക്ക് മുകളിൽ ഹിമപാളിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക? ഹിമാനികൾ കടലിലേക്ക് വഴുതി വീഴുന്നതിന്റെ വേഗത ഗണ്യമായി വർദ്ധിക്കും. ഘർഷണം കുറയുന്നതോടെ ഐസ് ഷീറ്റിന്റെ അടിത്തട്ട് കൂടുതൽ അസ്ഥിരമാകുകയും ഭീമൻ മഞ്ഞുപാളികൾ വളരെ വേഗത്തിൽ സമുദ്രത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇത് ആഗോള സമുദ്രനിരപ്പ് ഉയരുന്നതിന് നേരിട്ട് കാരണവുമാകുന്നുണ്ട്. ഇത് ശാസ്ത്രീയമായ ഒരു ആശങ്ക മാത്രമല്ല, ഖനനവും ഡ്രില്ലിങ്ങും പോലുള്ള വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് വലിയ മുന്നറിയിപ്പാണ്. അപൂർവ ഭൂമി മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള വിലയേറിയ ധാതുക്കളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഹിമാനികളുടെ സ്ഥിരത നഷ്ടപ്പെടുന്നത് ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. ജിയോളജി, ദ ക്രിയോസ്ഫിയർ, അനൽസ് ഓഫ് ഗ്ലേസിയോളജി തുടങ്ങിയ ശാസ്ത്ര ജേണലുകളിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഹിമാനികളിലൂടെയുള്ള ഖനനം സാധ്യമാകാൻ കട്ടിയുള്ളതും തണുത്തുറഞ്ഞതുമായ ഒരു സ്ഥിരമായ അടിത്തറ അനിവാര്യമാണ് എന്ന കാര്യമാണ്. ഗ്രീൻലൻഡിൽ ചില പ്രദേശങ്ങളിൽ ഈ അവശിഷ്ട പാളി 1000 അടി വരെ ആഴമുള്ളതായിരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ അത് വളരെ നേർത്തതുമാണ്. ഇത് അവിടുത്തെ ഹിമപാളിയെ കൂടുതൽ അനിശ്ചിതത്വമാക്കുകയാണ് ചെയ്യുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഈ പ്രശ്നങ്ങളെ ഇരട്ടിയാക്കുകയാണ് കേട്ടോ. ചൂട് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഉരുകിയ വെള്ളം അടിത്തട്ടിലെത്തുകയും ഹിമപ്രവാഹം വേഗത്തിലാകുകയും സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ഹിമത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലം ഗ്രീൻലൻഡിന് മാത്രമല്ല, ആഗോള സമുദ്രനിരപ്പിനും ബാധകമാണ്. കടൽ തീരത്തോട് ചേർന്നുള്ള എണ്ണ റിഗുകൾക്കും മറ്റ് വ്യാവസായിക പദ്ധതികൾക്കും ഇത് വലിയ ഭീഷണിയായിട്ട് മാറുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ നേരിടുന്ന സമാനമായ പ്രശ്നങ്ങൾ ഗ്രീൻലൻഡിലും ആവർത്തിക്കപ്പെടുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഗ്രീൻലൻഡിനെ നിയന്ത്രിക്കണമെന്ന ട്രംപിന്റെ രാഷ്ട്രീയ ആവശ്യം ഭൂമിശാസ്ത്രപരമോ സൈനികമായോ മാത്രം വിലയിരുത്താൻ കഴിയില്ല. ദ്വീപിന്റെ അടിയിലുള്ള സമ്പത്ത് എത്രമാത്രം വിലയേറിയതായാലും അത് പുറത്തെടുക്കാനുള്ള ശാസ്ത്രീയവും പരിസ്ഥിതിയുമായിട്ടുള്ള തടസ്സങ്ങൾ അത്രത്തോളം ഗുരുതരവുമാണ്. ഗ്രീൻലൻഡ് ഇന്നൊരു ദ്വീപിനേക്കാൾ കൂടുതൽ അർത്ഥം വഹിക്കുന്നു. അത് കാലാവസ്ഥാ വ്യതിയാനം, ആഗോള രാഷ്ട്രീയം, പ്രകൃതി വിഭവങ്ങളുടെ ഭാവി എന്നിവ തമ്മിൽ മുട്ടുന്ന ഒരു സങ്കീർണമായ ചുരുളിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള ഏതൊരു രാഷ്ട്രീയ അവകാശവാദവും അപൂർണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഗ്രീൻലാൻഡിനെ സംബന്ധിച്ചും രാഷ്ട്രീയ മോഹങ്ങൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും മുന്നിൽ പ്രകൃതി ഉയർത്തുന്ന വലിയൊരു പ്രതിരോധമാണിത്. വെറുതെ മഞ്ഞു മാറ്റി ഖനനം നടത്താമെന്ന കണക്കുകൂട്ടലുകൾക്ക് ഈ അസ്ഥിരമായ ഭൂപ്രകൃതി വലിയൊരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അപൂർവ ധാതുക്കളിലേക്കും എണ്ണ നിക്ഷേപങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള വ്യവസായ ഭീമന്മാരുടെ ശ്രമങ്ങൾക്ക് ഈ അവശിഷ്ട പാളി ഒരു വില്ലനായി മാറുകയാണ്. ഖനനത്തിന് ആവശ്യമായ ഭീമൻ യന്ത്ര സാമഗ്രികൾ സ്ഥാപിക്കണമെങ്കിൽ ഉറപ്പുള്ള പാറകൾ ആവശ്യവുമാണ്. എന്നാൽ 1000 അടി വരെ ആഴമുള്ള മൃദുവായ മൺപാളികൾക്ക് മുകളിൽ നിൽക്കുന്ന ഹിമാനികൾ എപ്പോൾ വേണമെങ്കിലും വഴുതി മാറാമെന്നത് വലിയ അപകട സാധ്യതയാണ്. അതായത് ട്രംപ് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നർത്ഥം. ഇത് ഖനന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്നവരുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അല്ലെ. അന്തരീക്ഷ താപനില ഉയരുമ്പോൾ ഹിമപാളിയുടെ ഉപരിതലത്തിൽ രൂപപ്പെടുന്ന വിള്ളലുകളിലൂടെ, അതായത് ചെറിയ ചെറിയ വിള്ളലുകളിലൂടെ താഴേക്ക് ഒഴുകുകയും അടിത്തട്ടിലെ അവശിഷ്ടങ്ങളുമായി ചേർന്ന് ഒരു ഓയിൽ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് ഹിമപ്രവാഹത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? സമുദ്രനിരപ്പ് ഉയരുകയാണ് തുടങ്ങുന്നത്. കാരണം ഇവരെല്ലാവരും സമുദ്രത്തിലേക്കാണ് പോകുന്നത്. ഇത് ഗ്രീൻലാൻഡിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ആഗോളതലത്തിൽ തീരദേശ നഗരങ്ങളെയും അവിടെയുള്ള എണ്ണ ഖനന കേന്ദ്രങ്ങളെയും സാരമായും ബാധിക്കും. പല നഗരങ്ങളും വെള്ളത്തിനടിയിലായി പോകാനുള്ള സാധ്യത വഴിയുണ്ട്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ കേവലം ഭൂപടത്തിലെ വിസ്തൃതിയോ ധാതുക്കളുടെ മൂല്യമോ മാത്രമല്ല കണക്കിലെടുക്കേണ്ടത്, മറിച്ച് അവിടെ നിലനിൽക്കുന്ന അതിസങ്കീർണമായ ഭൗമശാസ്ത്രപരമായ വെല്ലുവിളികളെയും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കൂടി അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നതാണ് പറയാനുള്ളത്.
ശാസ്ത്രീയമായ ഈ യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഏതൊരു അധിനിവേശ നീക്കവും സാമ്പത്തികമായും പാരിസ്ഥിതികമായും വലിയ പരാജയമായിരിക്കും എന്ന കാര്യമാണ് ഇവിടെ തിരിച്ചറിയേണ്ടത്. അത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും റഷ്യൻ പ്രസിഡന്റ് ആയാലും ആരായാലും തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.